അടുത്തത് 10ാമത്തെ പാഠം ഒരു സമാധാന സന്ധി എന്നാണ്. സ്വാഭാവികമായും റോമക്കാർ പരാജയപ്പെട്ട സമയത്ത് വീണ്ടും അവർ ഒരു യുദ്ധത്തിന് തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായി. പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ. ചെറിയ 3000-ഓളം വരുന്ന ഒരു സൈന്യത്തോട് അവർ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് അവർക്ക് വലിയ ക്ഷീണം ചെയ്യും. അങ്ങനെ അവർ തിരിച്ച് ഒരു യുദ്ധത്തിന് കൂടെ തയ്യാറാകുന്ന സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, ആ സമയത്ത് വലിയ ചൂടും കഠിനമായ വരൾച്ചയും ഒക്കെയുള്ള ഒരു കാലത്താണ്. അങ്ങനെ യാതൊരു ഗത്യന്തരവുമില്ലാതെ നബിയും സഹാബത്തും തബൂക്കിലേക്ക് പുറപ്പെട്ടു. സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച ഹിജ്റിലൂടെയായിരുന്നു അവരുടെ യാത്ര. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അദാബിനെ പേടിച്ചുകൊണ്ട് മുഖം മറച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. സമൂദാണ് കേട്ടോ. അങ്ങനെ തബൂക്കിലെത്തിയപ്പോൾ നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അന്ന് രാത്രി ശക്തമായ കാറ്റടിക്കുമെന്നും ആരും എഴുന്നേൽക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഒരു മനുഷ്യൻ ആ കാറ്റടിച്ച സമയത്ത് രാത്രിയിൽ എഴുന്നേൽക്കുകയും അയാൾ അകലെയുള്ള തൊയ്യീദ് പർവ്വതത്തിൽ ചെന്ന് വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നുണ്ടായി. അങ്ങനെ സ്വാഭാവികമായും ഒരു യുദ്ധ സന്നാഹം അവിടെ ഒരുങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കി വന്ന നബിയാണല്ലോ. അവിടെ ഒരു കൊടുങ്കാറ്റടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങൾ അനുകൂലമായി വന്ന സമയത്ത് തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു സമാധാന സന്ധിക്ക് തയ്യാറാവുകയും യുദ്ധം ഒഴിവാക്കുകയും ചെയ്തു. ഹിജ്റ 9ാം വർഷത്തിലായിരുന്നു ഈ സംഭവം. അടുത്തത് 11ാമത്തേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജ് ചെയ്യാണ്, ഹജ്ജത്തുൽ വദാ. ഹിജ്റ 10ാം വർഷം 25-നാണ്. ഇത് ദുൽഖഅദ 25-നാണ് സഹാബികളും നബിയും മക്കയിലേക്ക് പുറപ്പെടുന്നത്. നബിയോടൊപ്പം 1,00,000-ലധികം സഹാബികളുണ്ടായിരുന്നു. നബി തങ്ങൾ സഹാബികളോട് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. ഹജ്ജ് കർമ്മം നിങ്ങൾ എന്നിൽ നിന്ന് ചെയ്യണം, നോക്കി പഠിക്കണമെന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിൽ വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തി. അതിനാണ് അറഫാ ദിവസമായിരുന്നു ഖുതുബ നടത്തിയത്. അതിനാണ് ഖുതുബത്തുൽ വിദാ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, അതേപോലെ നബി തങ്ങൾ സഹാബത്തിന് കൊടുക്കുന്ന വലിയ ഉപദേശം, അതേപോലെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ കൂടെയായിരുന്നു ആ ഖുതുബ എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഇസ്ലാം പൂർണ്ണമായി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വറളീതു ലക്കുമുൽ ഇസ്ലാം മതി പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഇസ്ലാം പൂർണ്ണമായി എന്ന് വിളംബരം ചെയ്തു. അതിനുശേഷം വെറും 3 ദിവസം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത പാഠം നബിയുടെ വഫാത്താണ്. ഹിജ്റ 11ാം വർഷം സഫർ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം പിടിപെട്ടത്. പള്ളിയിൽ പോലും എത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ നിസ്കരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചുമതലപ്പെടുത്തി. രോഗം ബാധിക്കുമ്പോൾ നബി തങ്ങൾ മൈമുന ബീവിയുടെ വീട്ടിലായിരുന്നു. തുടർന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സഹായത്തോടെ മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടെയും ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് താമസം മാറി. അങ്ങനെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പൂർവാഹന സമയത്ത് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് നബി തങ്ങൾ വഫാത്തായി. 23 വയസ്സായിരുന്നു നബിക്കുണ്ടായത്. നബി തങ്ങളുടെ വിയോഗ വാർത്ത കേട്ട് പരിഭ്രമിച്ച സഹാബികളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചു. അങ്ങനെ ആയിഷ ബീവിയുടെ ഹുജ്റത്തുൽ ഷരീഫയിലാണ് നബി തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ആയിഷ ബീവിയുടെ വീടിനാണ് ഹുജ്റത്തുൽ ഷരീഫ് എന്ന് പറയാം. ഓക്കെ.